ഹായ് ഗൈസ്, വളരെ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറുണ്ണാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയും വേണ്ട, അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. നീളത്തിൽ അരിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം. പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഇങ്ങനെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ട്, തീരെ ചെറുത് വേണ്ട, കുറച്ച് കനത്തിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞിടുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്മി ഉടച്ചെടുക്കുക. കൈ കൊണ്ട് തിരുമ്മണം കേട്ടോ. കൈ കൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ഇത് മിക്സായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ആ സവാള എല്ലാം ഇങ്ങനെ വേറെ വേറെ പോലെ കിടക്കണം. അത് എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയല്ല, നമ്മുടെ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. അത് കുറച്ച് അധികം ഒഴിച്ചോളൂ. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിടണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഈ സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിടണം. ആ ചൂടായ എണ്ണയിൽ തന്നെ ഇതെല്ലാം ആയിക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ശേഷം നമ്മൾ ആ സവാളയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നല്ല അടിപൊളിയാണ്. നമ്മൾ എത്ര വേണമെങ്കിലും നമ്മൾ ചോറ് കഴിച്ച് പോകട്ടോ. ഈ ഒരു കറി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.